അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ നേരത്തെ ഈശ്വരൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ അബാൻഡൻ സ്ഥലങ്ങളിലാണ്, ഈ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വന്യജീവികൾ വന്നു പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ വളരെ കൃത്യമായി ജനവാസ മേഖലയിലേക്ക് ഈ പുലിയും കരടിയും ഒക്കെ ഇറങ്ങുന്നൊരു സാഹചര്യം, കടുവ ഇറങ്ങുന്ന സാഹചര്യം 3 ആഴ്ച മുമ്പാണ് മാനന്തവാടിയിൽ രാധ എന്ന സ്ത്രീയെ കടുവ ഭക്ഷിച്ച് കടുവ കൊന്നു തിന്നത്. അങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ ഈ പെരുവന്താനത്തെ സംഭവം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 21-ലധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വന്യജീവി ശല്യം അതീവ രൂക്ഷമായതോടെ ആ കുടുംബങ്ങളെല്ലാം ആ മേഖല വിട്ട് ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഈ മരിച്ച സോഫിയയുടെ കുടുംബമടക്കം 3 കുടുംബങ്ങൾ മാത്രമാണ് ആ മേഖലയിൽ അവശേഷിച്ചിരുന്നത്. അപ്പോൾ ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം ദീർഘകാലമായി അവർ സർക്കാരിൻ്റെ മുന്നിൽ, വനംവകുപ്പിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല, ഏത് നിമിഷവും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായേക്കാം എന്ന ഭീതിയിൽ തന്നെയാണ് ആ കുടുംബമടക്കം കഴിഞ്ഞിരുന്നത്. ഈ സ്ത്രീ, ഈ സോഫിയ എന്ന് പറയുന്ന ആ വീട്ടമ്മ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ അവരുടെ പരാതികൾ പറയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ യഥാസമയം ഇവരുടെ ഈ ജീവന് സംരക്ഷണം നൽകാനുള്ള കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഒരു ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിന്റെ ജനസംഖ്യയുടെ 1/3, അതായത് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ 1/3 വനമേഖലയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് 1/3 പഞ്ചായത്തിലെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇനി അഥവാ അങ്ങനെ മാറ്റിപ്പാർപ്പിച്ചാൽ തന്നെ ഡോക്ടർ ഈശ്വരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പ്രദേശത്ത് ജനവാസമില്ലാതെ വരുമ്പോൾ അത് വനമാണെന്നുള്ള ധാരണയിൽ മൃഗങ്ങൾ വീണ്ടും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതൊരു മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരമല്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് മൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു? അതെല്ലാ വിധത്തിലുള്ള മൃഗങ്ങൾ, അത് മയിലാണെങ്കിലും മലയണ്ണാനാണെങ്കിലും കുരങ്ങാണെങ്കിലും ഇനി പുലിയും കടുവയും ആനയും ആണെങ്കിലും മനുഷ്യന് വൻതോതിൽ നാശമുണ്ടാക്കുന്നുണ്ട്, കൃഷിക്കും വൻതോതിൽ നാശമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത്രയും കാലം പുറത്തിറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ കാലഘട്ടം അത്രയും അവരെന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല? അതിന്റെ കാരണം ഇതാണ്. വനത്തിൽ നിന്നും പുറത്തേക്ക് മൃഗങ്ങൾ വരുന്നത് കടയിൽ പോകാനോ വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല, വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ്. അപ്പോൾ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മൾ മുൻകൈ എടുത്ത് അതിനുള്ള സംവിധാനം വനത്തിനുള്ളിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും വനത്തിനുള്ളിൽ ലഭ്യമായിരുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ അടിയന്തരമായി നമ്മൾ പരിഹരിക്കേണ്ടത് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വനത്തിനുള്ളിൽ കുളങ്ങളും അല്ലെങ്കിൽ കൃത്രിമമായ കുളങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വെള്ളം എത്തിക്കുക എന്നുള്ള പ്രാഥമികമായ കാര്യം നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നത് ദീർഘകാല പദ്ധതിയാണ്. ആനയ്ക്ക് കഴിക്കാനുള്ള മുളകളും പനകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച്, അല്ലെങ്കിൽ പ്ലാവും മാവും അതുപോലെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഫലവൃക്ഷങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് കുരങ്ങിനും ആനയ്ക്കും ഒക്കെ ദീർഘകാലമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഈ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങളും കിടങ്ങുകളും പിന്നെ പെട്രോളിങ്ങും ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുലിക്കും കടുവയ്ക്കും ഒക്കെ കാട്ടിനുള്ളിൽ തന്നെ പിടിച്ചു തിന്നാൻ കഴിയുന്ന തരത്തിൽ പന്നികളും അങ്ങനെയുള്ള മറ്റു മൃഗങ്ങളും അവിടെ ലഭ്യമാകുന്നത്. മറിച്ച് ഇതൊക്കെ കാടിറങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ അവയെ പിടിച്ചു നിന്ന് ജീവിക്കുന്ന മൃഗങ്ങളും കാടിറങ്ങി നാട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. പക്ഷെ അവരുടെ മുമ്പിൽ ചെന്നുപെടുന്നത് മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ പിടിച്ചു തിന്നും അല്ലെങ്കിൽ കൊല്ലും എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മളിതിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ശാശ്വതമായ പരിഹാരം. ഡോക്ടർ ഈശ്വരൻ പറഞ്ഞത് വളരെ ശരിയാണ്. ജനപങ്കാളിത്തത്തോടുകൂടി ജനകീയ ആസൂത്രണമൊക്കെ വൻതോതിൽ വികസിപ്പിച്ച ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഒന്നും ഇതിനെതിരല്ല, അവരെല്ലാവരും ഇതിന് അനുകൂലമാണ്. അപ്പോൾ അതിന് കൃത്യമായ ഗൈഡ് ലൈൻ കൊടുക്കേണ്ടതും അതിന് നേതൃത്വം കൊടുക്കേണ്ടതും അതിനാവശ്യമായ പണം അനുവദിക്കേണ്ടതും എല്ലാം സർക്കാരാണ്. ഇപ്പോൾ കൊടുത്ത തുകയുടെ പാതി ചെലവഴിച്ചു എന്ന് കണക്കെഴുതുമ്പോൾ അത് ശമ്പളത്തിനും അലവൻസിനുമാണോ എന്നുള്ള കണക്ക് മാർച്ച് മാസം കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പൊ ശമ്പളവും അലവൻസും മാത്രം ചെലവാക്കിയാൽ പോരാ, മറിച്ച് മൃഗത്തിന് ഉള്ള ഭക്ഷണവും വെള്ളവും കൂടി എത്തിക്കാൻ തയ്യാറാവണം. ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഈ വിഷയം പരിശോധിച്ചപ്പോൾ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഉയർന്നു വരുന്നത്.
ഈ കാടിനകത്ത് തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പല വികസിത രാജ്യങ്ങളിലും അത്തരത്തിലുള്ള രീതിയാണ് അവലംബിക്കുന്നത്. അവിടെയും കാട്ടുമൃഗങ്ങൾ ഉണ്ട്, പക്ഷേ മനുഷ്യജീവൻ എടുക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 57 വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കണക്ക് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം വലിയ ആശങ്കയുടെ മുൾമുനയിൽ ഈ മലയോര ജനതയെ നിർത്തുന്ന കണക്കുകളാണ്. ഇതിൽ കൃത്യമായി ഇടപെടൽ വേണം, ജനകീയ ഇടപെടൽ വേണം. ജനകീയ ആസൂത്രണ സംവിധാനങ്ങളിലൂടെ തന്നെ വളരെ കൃത്യമായി ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം എന്ന ക്രിയാത്മക നിർദ്ദേശമാണ് ഈ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികളും മുന്നോട്ട് വെച്ചത്.